പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ക്ലാര പുണ്യവതിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളോട് ചേർത്ത് പിടിച്ചിരുത്തി അത്ഭുതത്തോടുകൂടെ കർത്താവിനെ നോക്കി പറഞ്ഞു കൊടുക്കേണ്ട ജീവിതാനുഭവം ഈ ക്ലാര പുണ്യവതിയുടേത് തന്നെയാണ്. സ്വാരസൻ സൈന്യം അന്നത്തെ കാലത്തുണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും ക്രൂരരായിട്ടുള്ള മനുഷ്യർ. നമ്മൾ ബാഹുബലി എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അത്രയ്ക്ക് ക്രൂരതയോടുകൂടെ മനുഷ്യരെ കൊന്നു തള്ളാൻ വരുന്ന, കയ്യിൽ കിട്ടുന്ന മനുഷ്യരെ മുഴുവൻ പിച്ചു ചീന്തുന്ന ഒരു കാട്ടാളന്മാരെ കണക്കുള്ളൊരു സൈന്യം. അവരെ അസംഖ്യം പേര് ഈ പട്ടണത്തെ മുഴുവൻ ആക്രമിച്ചുകൊണ്ട് കോൺവെൻറ്റിൻ്റെ അടുത്തേക്ക് വരുന്ന നേരത്ത് എന്ത് ധൈര്യത്തിലാണ് പള്ളിയിൽ എഴുന്നള്ളിച്ച് വെച്ചിരുന്ന പരിശുദ്ധ കുർബാന എടുത്ത് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ആ സൈന്യത്തിൻ്റെ മുൻപിൽ ഈ പുണ്യവതി നിന്നതെന്നറിയില്ല. അത് നമ്മുടെ അറിവുകേടാണ്. പരിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന ജീവനുള്ള ദൈവത്തെ അനുഭവിച്ചറിയാത്ത നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവ് മാത്രമാണത്. ഈ പുണ്യവതിക്ക് നല്ല ഉറപ്പായിരുന്നു, ഇതിനകത്ത് എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ള എൻ്റെ ദൈവമുണ്ട്. എൻ്റെ വലത്ത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും, ഞാൻ നിന്നെ സഹായിക്കും, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുള്ള ദൈവമാണ്. ഈ കർത്താവ് ഈ തിരുവോസ്തിയിൽ ജീവനോടുകൂടെ എനിക്കൊപ്പം എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഈ ഒരു തിരുവോസ്തി കർത്താവിനെ ഉയർത്തിപ്പിടിച്ച് അവരെ നേരിടുന്നത് നമ്മൾ കാണണം. കയ്യിൽ മറ്റ് ആയുധങ്ങളൊന്നുമില്ല, പക്ഷേ ദൈവത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പാവം സ്ത്രീയുടെ മുൻപിൽ, ഒരു കന്യാസ്ത്രീയുടെ മുൻപിൽ ഈ ഇത്രയ്ക്കും ക്രൂരന്മാരായ ഈ ലോകത്തെ മുഴുവൻ അടിമുടി വിറപ്പിച്ച സ്വാരസൻ സൈന്യം ചിതറിയോടുന്ന കാഴ്ച നമ്മൾ കാണും. പരിശുദ്ധ കുർബാനയിൽ നിന്ന് അവരുടെ മേലേക്ക് വന്നുകൊണ്ടിരുന്ന തീക്ഷ്ണമായിട്ടുള്ള ജ്വാലകൾ അവരെ പൊള്ളിക്കുന്നു. അവരിങ്ങനെ പല ഇടങ്ങളിലേക്ക് ചിതറിപ്പോകുന്നു. ഒരിക്കലും തോക്കാത്തൊരു സൈന്യം അന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ തോൽക്കുന്നു. ക്ലാര പുണ്യവതിയുടെ പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി അത്രയ്ക്ക് അഗാധമായിരുന്നു. വളരെ വിഖ്യാതമാണ് വിശുദ്ധ ക്ലാരയുടെ പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം. നിരന്തരം ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിച്ചിരുന്നൊരു വിശുദ്ധ. ഏതൊരു കാര്യത്തിനും ഏതൊരു പ്രശ്ന പരിഹാരത്തിനും ഓടി പള്ളിയിലേക്ക് ചെന്ന് പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചിരുന്നൊരു വിശുദ്ധ. ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ പുത്രന്മാർ സ്വതന്ത്രരാണല്ലോ, പുത്രന്മാർ സ്വതന്ത്രരാണ്. പക്ഷെ ഞാൻ പുത്രനാണ്, പുത്രിയാണെന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ നമ്മൾ അടിമകളാണ്. ഇങ്ങനെ പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ പ്രയാസങ്ങളിൽ നിന്ന്, എല്ലാ ആകുലതകളിൽ നിന്ന്, എല്ലാ ഉത്കണ്ഠകളിൽ നിന്ന്. ഒരച്ഛന് ഇന്ന് പുതിയ പള്ളിയിലേക്ക് വന്ന് ചാർജ് എടുക്കുന്ന ദിവസമായിരുന്നു. ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ വന്ന് ആളെ സ്വാഗതം ചെയ്യുമ്പോൾ, അധികാര കൈമാറ്റം നടത്തുമ്പോൾ മോൺസിഞ്ഞോർ പറയുന്നുണ്ടായിരുന്നു പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുന്ന അച്ഛനെ കുറിച്ച്. മോൺസിഞ്ഞോർ പറയായിരുന്നു, എൻ്റെ ഇടവകയിൽ ഞാൻ ചാർജ് എടുക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു. വലിയ പ്രയാസവും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇടവക. എന്ത് ചെയ്യണമെന്നറിയാത്ത നേരത്ത് ഞാൻ പിറ്റേ ദിവസം രാവിലെ മുതൽ നേരെ ചെന്ന് പരിശുദ്ധ കുർബാന സക്രാരി തുറന്ന് അതിൻ്റെ മുൻപിലിരുന്നു. കർത്താവ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് ഞാനറിയാതെ തന്നെ പരിഹരിക്കപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ആ പരിശുദ്ധ കുർബാനയിൽ ഒന്ന് അർപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവനുള്ള ദൈവം അതിനകത്ത് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്നും, ഞാൻ അവിടെ ചെന്ന് കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്നുവെന്നൊക്കെ ഉള്ളുറപ്പുള്ള മനുഷ്യർ എന്തൊരു സ്വാസ്ഥ്യമാണ് അനുഭവിക്കുന്നതെന്നറിയാമോ? വചനങ്ങൾ നമ്മളിന്ന് ഒന്നാമത്തെ വായനയിൽ വായിച്ചു കേട്ടതാണ്. ആകാശവും ആകാശങ്ങളുടെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും നിൻ്റെ ദൈവമായ കർത്താവിൻ്റേതാണ്. ആകയാൽ ഹൃദയം തുറക്കുവിൻ, ഹൃദയം തുറക്കുവിൻ. ഈ ആകാശവും ആകാശങ്ങളുടെ ആകാശവും ഭൂമിയും അതിലുള്ള സമസ്തവും നിൻ്റെ ദൈവമായ കർത്താവിൻ്റേതാണ്. അതിനാൽ ഹൃദയം തുറക്കുവിൻ.
ഈ പരിശുദ്ധ കുർബാനയിലേക്കൊന്ന് ഹൃദയം തുറക്കാൻ പറ്റുമോ? ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? വിശുദ്ധ ക്ലാര പുണ്യവതി കാണിച്ചു തരുന്നത് പോലെ ജീവിതത്തെ വിഴുങ്ങാൻ വരുന്ന ഇങ്ങനെ വന്യമായിട്ടുള്ള ഒരു ബലത്തോടുകൂടെ നമ്മളെ ആക്രമിക്കാൻ വരുന്ന എന്ത് പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സ്വതന്ത്രരാവാൻ പറ്റുമെന്നേ, അവരെ തോൽപ്പിച്ചോടിക്കാൻ പറ്റും. ജീവിതത്തിന് മുൻപിൽ ഉയർന്നു വരുന്ന വലിയ പ്രയാസങ്ങൾ, നമ്മളെ തകർത്ത് കളയാനും മാത്രമുള്ള ജീവിതത്തിൻ്റെ വലിയ ബുദ്ധിമുട്ടുകൾ, ഒരു കാലടി ഇനി എടുത്തു വയ്ക്കാൻ പറ്റില്ല എന്ന് കരുതുന്ന വിധത്തിൻ്റെ അസാധ്യതകളുടെ അങ്ങേയറ്റം, ആ സമയത്തൊക്കെ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ചെന്നിരിക്കുക. കണ്ടിട്ടുണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ. ഈ അൽത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം കിട്ടിക്കൊണ്ടിരിക്കുന്നത്, മനുഷ്യർ ജീവിതം തിരിച്ചു പിടിക്കുന്നത്, കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാവുന്നത്, നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരിച്ചു കിട്ടുന്നത്, പരാജയപ്പെട്ടു പോയ മനുഷ്യർ അവിടെ നിന്ന് എഴുന്നേറ്റ് വിജയതീരങ്ങളിലേക്ക് ഇങ്ങനെ പറന്നുയരുന്നത്. എത്രയോ അനുഭവങ്ങളാണ്, ആയിരക്കണക്കിന് അനുഭവങ്ങൾ പറയാൻ പറ്റും. അനുഭവങ്ങൾ ഇങ്ങനെ കണ്ടും കേട്ടുമൊക്കെ അറിഞ്ഞിട്ടുള്ളതാണ് ഒരുപാട്. വിശുദ്ധ ക്ലാര പുണ്യവതി വഴിയായി ഈ പരിശുദ്ധ കുർബാനയുടെ സന്നിധാനത്തിലേക്ക് അണഞ്ഞ് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കേണ്ട നേരമാണ്. ഒരുമിച്ച് ഒരു ദിവസമെങ്കിലും പള്ളിയിൽ ഈ കുടുംബത്തോടുകൂടെ ഒന്ന് പോയി ഒരു 15 മിനിറ്റ്, മിനിമം ഒരു 15 മിനിറ്റെങ്കിലും ഇരുന്ന് കുടുംബത്തോട് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കും. കൊച്ചുങ്ങളോടൊക്കെ ഒന്ന് അടങ്ങിയിരിക്കാൻ പറയത്തിരി നേരം, അത് എത്ര മുതിർന്നവരാണെങ്കിലും. കുടുംബനാഥന്മാരെ സ്വസ്ഥമായിട്ട് വന്നിരിക്കാനായിട്ട് ഒന്ന് നിർബന്ധിക്കുക. അമ്മമാരോടൊക്കെ ഒന്ന് വീട്ടിലെ ജോലികളൊക്കെ ഒതുക്കി ഈശോയുടെ കൂടെ ഇരിക്കാനായിട്ടൊരു ഇത്തിരി സമയം കണ്ടെത്താൻ പറ. വലിയ മാറ്റം കാണാൻ പറ്റുമെന്നേ. കാരണം ഈ ആകാശവും ആകാശങ്ങളുടെ ആകാശവും ഭൂമിയും അതിലുള്ള സമസ്തവും നിന്റെ ദൈവമായ കർത്താവിൻ്റെതാണ്. ആ കർത്താവിങ്കിലേക്ക് ഹൃദയം തുറക്കുക. വചനം നമ്മളോട് പറയുന്നുണ്ട്, അവിടുന്ന് അനാഥർക്കും വിധവകൾക്കും നീതി നടത്തി കൊടുക്കുന്നു, ഭക്ഷണവും വസ്ത്രവും നൽകി പരദേശിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ആകയാൽ ഹൃദയം തുറക്കുവിൻ. നാഥന്മാരുടെ നാഥനും ദൈവങ്ങളുടെ ദൈവവും ശക്തനും ഭീതിതനുമായ ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്നത്തെ ഒന്നാമത്തെ വായന പറയുന്ന ശക്തമായിട്ടുള്ള കുറേ ഉറപ്പുകളുണ്ട്. അങ്ങനെയുള്ള കർത്താവിങ്കിലേക്ക് ഈ പരിശുദ്ധ കുർബാനയിൽ ജീവനോടുകൂടി എഴുന്നള്ളിയിരിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ തിരുമുൻപിലേക്ക് മുട്ടിന്മേൽ നിന്നുകൊണ്ട് എൻ്റെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ച് എൻ്റെ പ്രയാസങ്ങളുടെ മുൻപിൽ, എൻ്റെ ബുദ്ധിമുട്ടുകളുടെ മുൻപിൽ, രോഗാവസ്ഥകളുടെ മുൻപിൽ, തകർച്ചകളുടെ മുൻപിൽ ഈ കർത്താവിനെ ഉയർത്തിപ്പിടിച്ചു നിന്നുകൊണ്ട് ജീവിക്കാൻ വേണ്ട കരുത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായി നമുക്ക് മുട്ടിന്മേലായിരിക്കും. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ക്ലാരപുണ്യവതി ഓർമ്മിപ്പിച്ചു തരുന്ന കാര്യം അതാണ്. നമ്മൾ ഇനി കൈകളിൽ ഏന്തേണ്ടത് ആയുധങ്ങളല്ല, പ്ലക്കാർഡുകളല്ല, ഈ കർത്താവിനെ, പരിശുദ്ധ കുർബാനയിൽ ജീവനോടുകൂടെ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ ഹൃദയത്തിലും ജീവിതത്തിൽ മുഴുവനും സംവഹിച്ചുകൊണ്ട് പോകാൻ പറ്റും. പോകുന്നിടത്തൊക്കെ വെളിച്ചം വരുന്നതും പ്രത്യാശ നിറയുന്നതും കർത്താവ് പ്രവർത്തിക്കുന്നതും കാണാൻ പറ്റും. ആ ഒരു വലിയ വിശ്വാസത്തോടുകൂടെ എൻ്റെ കർത്താവിനെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഈ രാത്രിയുടെ യാമങ്ങളിൽ നമുക്ക് സ്വസ്ഥമായ ഉറക്കത്തിലേക്ക് പോകാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.